അല്ല ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് വാസലിന്റെ ഡെവലപ്പർ ഓഫീസിലാണ്, വാസലിന്റെ സെയിൽ സെന്ററിലാണ്. അപ്പൊ നമുക്ക് ആദ്യം വാസൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വാസലിന്റെ ഒരു ബോർഡ് എടുക്കാം, മോക്കപ്സ് അകത്തുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഈ കാണുന്നതെല്ലാം വാസലിന്റെ കമ്മ്യൂണിറ്റീസിലുള്ള സംഭവങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളതെന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് വാസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ദുബായ് ബിൽഡ് ചെയ്തത് വാസലാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ഡെവലപ്പേഴ്സും വന്നിരിക്കുന്നത്. മാത്രമല്ല 100% ഗവൺമെന്റ് ഡെവലപ്മെന്റ് കൂടെയാണ്. ഇവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണോ അത് വളരെ സത്യമാണ്. ദ വൈഡ് സ്പെക്ട്രം ഓഫ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈങ് ഓൾ നീഡ്സ് ആൻഡ് ടേസ്റ്റ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതാണ് അവരുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞാൽ ഓരോ സെഗ്മെന്റും കൊടുത്തിരിക്കുന്ന ഓരോ ഏരിയയാണ്. ഇത് നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വെച്ച് കൊടുത്താൽ ദേറയാണ്. ദേറയിൽ എന്താണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 372 ബിൽഡിംഗ്സും അതിൽ 18,502 യൂണിറ്റ്, 11 ഹോട്ടൽ, ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 2 നോക്കുവാണെങ്കിൽ മാപ്പിൽ വരുന്ന മുഷ്രിഫ് 132 ബിൽഡിംഗ്സ്, 2,272 യൂണിറ്റ്സ്. 3 നോക്കുവാണെങ്കിൽ ബെർദുബായ് 173 ബിൽഡിംഗ്, 7,656 യൂണിറ്റ്, അവിടെ 5 ഹോട്ടൽ. 4 റാസൽകോർ G1 ബിൽഡിംഗ്സ്, അതുപോലെ 4,016 യൂണിറ്റ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. 5ാമത്തെ ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജുമേറ 211 ബിൽഡിങ്ങുകളിലായിട്ട് 4,120 യൂണിറ്റും, 9 ഹോട്ടൽസ്. 6 നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സബീൽ എന്ന് പറയുന്ന ലൊക്കേഷൻ, 24 ബിൽഡിംഗ്, 679 യൂണിറ്റ്, ഒരു ഹോട്ടൽ. 7 എന്ന് പറയുന്നത് നമ്മുടെ ഹദീഖ് മുഹമ്മദ് ബിൻ റാഷിദ് എന്ന് പറയുന്നത് 80 ബിൽഡിങ്ങും 4,100 യൂണിറ്റ്സിൽ 2 ഗോൾഫ് കോഴ്സ് അവിടെ കൊണ്ടുവന്നുണ്ട്. ജബലലി 85 ബിൽഡിംഗ്സ്, 4,115 യൂണിറ്റ്സ്, 2 ഗോൾഫ് കോഴ്സ്. ഇവരെല്ലായിടത്തും ഗോൾഫ് കോഴ്സ് ഉണ്ട്. കാരണം ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇവരുടെ കമ്മ്യൂണിറ്റീസ് എല്ലാം കൊണ്ടിരുന്നത്. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ വാസൽ ബൈ നമ്പേഴ്സിൽ വളരെ ഈസി ആയിട്ട് 56,000+ യൂണിറ്റ്സ് ടോട്ടൽ, 100+ ബിൽഡിംഗ്സ്, 8 ഗോൾഫ് കോഴ്സസ്, അതുപോലെ 35 ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ്, 4 ഫ്രീ ഹോൾഡ് മാസ്റ്റർ കമ്മ്യൂണിറ്റീസ് ഡെവലപ്മെന്റ്സ്. സ്ക്വയർ ഫീറ്റ് ഓഫ് ലാൻഡ് നോക്കുവാണെങ്കിൽ 400 മില്യൺ ദുബായിൽ. ഈ പ്രൊജക്ട് പറയുകയാണെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മുടെ മാക്സ് മെട്രോ സ്റ്റേഷന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ റഷ് ഉണ്ടായ പ്രൊജക്റ്റാണ് നമ്മുടെ പാർക്ക് അവന്യൂ ടവർ 1-2 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് 1-2 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, സെല്ലോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസിൽ നമ്മൾ പറയുന്നത് പോലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് യൂണിറ്റ് കിട്ടാൻ പാടെന്നുള്ളതാണ്. കാരണം 5% ഡൗൺ പേയ്മെന്റ്, 5% പേയ്മെന്റ് ആണ് അവർ കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു 1 hour 2 hour ഗ്യാപ്പിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ത്രൂ ആയിരിക്കും നമുക്ക് യൂണിറ്റ്സ് അവിടെ കിട്ടുക. നമുക്ക് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കോൺടാക്ട്സ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. ഇത് അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫുഡ് ടെക് വാലി എന്ന് പറഞ്ഞിട്ട് അവരുടെ 18 മില്യൺ ഡെവലപ്മെന്റ്സ് അവിടെ കൊണ്ടിരിക്കുന്നു. 3 ഇരട്ടി ഫുഡ് പ്രൊഡക്ഷൻ കൊണ്ടുവന്നു. 20 മിനിറ്റ് കൊണ്ട് സിറ്റി സെന്ററിൽ എത്താൻ പറ്റുന്നു. 300-ലധികം വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്, അതുപോലെ ഫുഡ് ടെക് ഡീറ്റെയിൽസ്. ഞാൻ ജസ്റ്റ് ബാസിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഈ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചാണെങ്കിൽ അവരുടെ ഓരോ ബിൽഡിങ്സ് നിങ്ങൾ ഹിസ്റ്ററി തൊട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ പഴയ ദേറ അവിടെ തൊട്ട് എല്ലാം ഇവിടെ കാണും. ഇതെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ള വാസിലാണ്. ഈ ഒരു ടൈം ഫ്രെയിമിലാണ് പുതിയ ഡെവലപ്പേഴ്സ് വന്നതും പുതിയ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ പുതിയ റീസെന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം വന്നിട്ടുണ്ടാവും. ഈ ഒരു ടവർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബുർജ് ഖലീഫയുടെ നേരെ സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. ബുർജ് ഖലീഫ എല്ലാവർക്കും അറിയാം, ഇത് പലർക്കും അറിയില്ലുണ്ടാവില്ല. വാസലാണ് ക്രിയേറ്റ് ചെയ്തത്. നേരെ ഓപ്പോസിറ്റ് ബുർജ് ഖലീഫയുടെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പാർക്ക് ടവറും ബാക്കി ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിന്റെ ഡീറ്റെയിൽ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എമിറേറ്റ്സ് ടവർ ഇവിടെ വരുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റീസ് എല്ലാം വാസലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. തരാമ ഫ്രെയിം. പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ വരുന്ന പ്രൊജക്ട്. ഇതാണ് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിന്റെ ദ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന മാസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫസ്റ്റ് ഫേസിൽ വരുന്ന 3 ബെഡ്റൂം 4 ബെഡ്റൂം ടൗൺ ഹൗസുകളാണ്. ഇത് ലോ റൈസ് ബിൽഡിംഗ്സ് ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇതുവരെ ഔട്ട് ആയിട്ടില്ല. നമുക്ക് ഇതാണ് ലോഞ്ചിന് വരുന്നത്. ഈ 3 ബെഡ്റൂം 4 ബെഡ്റൂം ഇവിടെ മുതൽ അവിടെ വരുന്നതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ആദ്യം കാണുന്ന സെഗ്മെന്റിൽ നമുക്ക് കാണുന്ന ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ ലോ റൈസ് ബിൽഡിംഗ്സ് വരുന്നുണ്ട്, ക്ലബ് ഹൗസ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ സ്കൂൾ വരുന്നുണ്ട്, മോസ്ക് വരുന്നുണ്ട്, കോർട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ഇത് അൽ നഹിയാൻ സ്ട്രീറ്റ്, അങ്ങേ സൈഡിൽ ഇതിന്റെ എൻഡിൽ ക്രോസ് ചെയ്ത റോഡ് പോകുന്നുണ്ട്. അതാണ് നമ്മൾ അൽ അലായ് സ്ട്രീറ്റ്. സോ എല്ലാ കണക്ടിവിറ്റിയുടെയും സെൻട്രൽ ആയിട്ടാണ് ഈ മാസ്റ്റർ കമ്മ്യൂണിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇത് എത്തിഹാദ് റെയിലിന്റെ ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട്, മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് 1 minute 2 minute വാക്കവേയാണ്. സോ ഇറ്റ്സ് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇതിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാലത്തെ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദുബായിൽ ഫസ്റ്റ് ഫേസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളത്. അത് ഫസ്റ്റ് ഫേസിൽ വാസൽ പോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫോർ ആൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് വന്നിരുന്ന എമിറേറ്റ്സ് ഹിൽസിൽ 4.5 മില്യൺ ആയിരുന്നു പണ്ട് ഇവർ ഓഫ് പ്ലാനിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയുടെ പ്രൈസ്. ഇപ്പോൾ അവിടെ ഒരു വില്ല സെല് ചെയ്യുന്നത് മാർക്കറ്റിൽ 70 മില്യൺ എബോ, വിച്ച് മീൻസ് അപ്രിസിയേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ ഡെവലപ്മെന്റ്സ് ആയിട്ട് ഇതിൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെന്നീസ് കോർട്ട് വരുന്നുണ്ട്. ഒരു ടെന്നീസ് കോർട്ട് എന്ന് പറഞ്ഞാൽ UAE തന്നെ ബിഗ്ഗസ്റ്റ് ടെന്നീസ് കോർട്ട്, സെൻട്രൽ പാർക്ക്, 2 ഗോൾഫ് കോഴ്സ്, എത്തിഹാദ് റെയിലിന്റെ സ്റ്റോപ്പ് വരുന്നത്, എക്വിറ്റി സ്റ്റേഷൻ വരുന്നുണ്ട്. അവിടെ അമ്യൂണിറ്റീസ് പറയാനാണ് ഒരുപാടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണുക ഏകദേശം 22-ലധികം അമ്യൂണിറ്റീസ് വരുന്നുണ്ട്. മാൻഷൻസ് വരുന്നുണ്ട്, ടൗൺ ഹൗസ് വരുന്നുണ്ട്, ലോ റൈസ് ബിൽഡിങ്സ് വരുന്നുണ്ട്,
റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് വരുന്നുണ്ട്, അതുപോലെ ബ്രാൻഡഡ് വില്ലാസ് വരുന്നുണ്ട്, സെമി ഡിറ്റാച്ച്ഡ് വില്ലാസ് വരുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ബേസിക് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത് മാസ്റ്റർ കമ്മ്യൂണിറ്റി എന്നുള്ള 6 ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് വരുന്നത്. 4.8 സ്ക്വയർ മീറ്റർ ലാൻഡിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഫുൾ ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽ ആണെന്ന് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ഫേസിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം. വാസലാണ് ഡെവലപ്പർ. പേയ്മെന്റ് പ്ലാൻ നമുക്കറിയാം മാർക്കറ്റ് കിട്ടാവുന്ന ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേയ്മെന്റ് പ്ലാൻ ആയിരിക്കും. അതുപോലെ ഓൾറെഡി ഡെവലപ്ഡ് ആണ് ഈ പറയുന്ന നമ്മുടെ എത്തിഹാദ് മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്, കരണിലുള്ള മെട്രോ സ്റ്റേഷൻ ഉണ്ട്. റോഡ് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ മാസ്റ്റർ റോഡ്സും, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ് റോഡ്, അലി അലായി സ്ട്രീറ്റ്, നമ്മുടെ അവിടെ നോക്കുകയാണെങ്കിൽ അൽ നഹിയാൻ സ്ട്രീറ്റ് അവിടെ വരുന്നുണ്ട് റോഡ്. അതിൻ്റെ ഇപ്പോൾ ഡീറ്റെയിലേക്ക് നമുക്ക് വരുന്നില്ല. ഇത്രയും വന്നാൽ തന്നെ സെൻട്രലിൽ വരുന്ന സെറ്റപ്പുകൾ നോക്കുക. എല്ലാം വാസൽ ബെസ്റ്റ് പേയ്മെന്റ് പ്ലാൻ, ബെസ്റ്റ് ലൊക്കേഷൻ, ഡെവലപ്ഡ് ലൊക്കേഷൻ. ബ്രേക്ക് ഡൗൺ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും 5% കൊണ്ടുവന്നിരിക്കുന്ന വാസലാണ്. ഇതിന്റെ പേയ്മെന്റ് പ്ലാൻസ് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും മാർക്കറ്റിലേക്ക് ഔട്ട് ആയിട്ടില്ല. എന്നാലും ഞാൻ പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന വാസൽ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ ബിഗ്ഗസ്റ്റ് ലേഔട്ടിൽ, ബിഗ്ഗസ്റ്റ് ക്വാളിറ്റിയിൽ, ബെസ്റ്റ് സൈസിൽ, ബെസ്റ്റ് പ്രൈസിൽ, ബെസ്റ്റ് പേയ്മെന്റ് പ്ലാൻ ആയിരിക്കും. ഓക്കെ.